യൂണിറ്റ് 11 എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ്. എത്തിക്സിനെ കുറിച്ച് നമ്മൾ വാല്യൂ എഡ്യൂക്കേഷൻ സബ്ജക്റ്റിലൊക്കെ നന്നായി പഠിക്കുന്നതാണ് നിങ്ങൾ. എത്തിക്സ് മീൻസ് എന്താണ്? കോൺഷ്യൻസ്, മോറൽ കോഡ് ആൻഡ് മോറൽ വാല്യൂസ്. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ഫണ്ടമെൻ്റൽ റൂൾസാണ് എത്തിക്സ്. സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഹ്യൂമൻ ബിഹേവിയർ. ഒരു മനുഷ്യൻ്റെ സ്വഭാവം, ആ സ്വഭാവത്തിൽ അവൻ ഫോളോ ചെയ്യുന്ന ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളുടെ കൂട്ടം, അല്ലെങ്കിൽ അവൻ അവൻ്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ചില നിയമങ്ങൾ, ചില തത്വങ്ങൾ, അതൊക്കെയാണ് എത്തിക്സ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നമ്മുടെ നീതിശാസ്ത്രം, നമ്മുടെ പെരുമാറ്റത്തെ ന്യായീകരിക്കാൻ നമ്മൾ അടിസ്ഥാനമാക്കിയെടുക്കുന്ന നിയമങ്ങളാണ് നമ്മളുടെ എത്തിക്സ്. അപ്പോൾ ബിസിനസ്സിനും എത്തിക്സ് ബാധകമാണ്. ഇപ്പോൾ റീറ്റെയിൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂയിങ് ദ റൈറ്റ് തിങ് ഇൻ ദ റൈറ്റ് വേ. നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ നടത്തുന്ന ഓരോ പ്രവൃത്തികളും എന്താണോ ചെയ്യുന്നത് ആ കാര്യം ഏറ്റവും നല്ല രീതിയിൽ നന്നായി ചെയ്യുന്നതാണ് എത്തിക്സിലൂടെ ബിസിനസ് ചെയ്യുക എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ വൈൽ പെർഫോമിംഗ് ദ ഡ്യൂട്ടീസ് ഓഫ് എ ബിസിനസ് മാൻ ഹി ഹാസ് ടു ഫോളോ എ സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൂൾസ്. നമ്മൾ സാധാരണയായി നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾക്ക് എന്ത് വേണം? അടിസ്ഥാനപരമായി കുറച്ച് നല്ല ശീലങ്ങൾ, മോറൽ റൂൾസാണ് അല്ലെങ്കിൽ മോറൽ കോഡാണ്. ധാർമ്മികമായി മറ്റുള്ളവർ കേട്ടാൽ നല്ലത് എന്ന് തോന്നുന്ന ചില പ്രാക്ടീസുകൾ ബിസിനസ്സുകാർക്കിടയിലും വേണം. അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നമ്മൾക്കൊരു കേസ് സ്റ്റഡി തന്നിട്ടുണ്ട്. ക്യാരി ബാഗ്സിനെ കുറിച്ച്, പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിൻ്റെ യൂസേജിനെ കുറിച്ച് ഒരു കേസ് സ്റ്റഡി റെഫർ ചെയ്യാൻ തന്നിട്ടുണ്ട്. 2011 നമ്മുടെ ഫോറസ്ട്രി ആൻഡ് എൻവയോൺമെൻറ്റ് മിനിസ്ട്രി ഒരു റൂള് കൊണ്ടുവന്നു. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ. പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ കൈകാര്യം ചെയ്യലും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് നിയമങ്ങൾ 2011 നമ്മുടെ ഗവൺമെൻറ് ഫോറസ്ട്രി ആൻഡ് എൻവയോൺമെൻറ്റ് മിനിസ്ട്രി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ നിയമത്തിൽ അവർ പറയുന്നത്, ഈ റൂളിൽ പറയുന്നത്, no carry bags shall be made available free of cost by retailers to consumers. അപ്പോൾ ഈ നിയമത്തിൽ എന്താ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞത്? ഒരിക്കലും ഒരു റീറ്റെയിലർ ഫ്രീ ആയിട്ട് ക്യാരി ബാഗ് കൺസ്യൂമർക്ക് നൽകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണയായി നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കിട്ടും. ഇപ്പോൾ തുണിക്കടയിലാണെങ്കിൽ എവിടെയാണെങ്കിലും വേണ്ടില്ല, അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കാറില്ല. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഈ പ്ലാസ്റ്റിക് ഉപഭോഗം തടയുന്നതിന് വേണ്ടി, ഇങ്ങനെ പറഞ്ഞാലെങ്കിലും കവറിന് നിങ്ങൾ പൈസ തരണം എന്ന് പറഞ്ഞാലെങ്കിലും കൺസ്യൂമേഴ്സ് ഇതിൻ്റെ യൂസേജ് കുറയ്ക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. കാരണം ഈ പ്ലാസ്റ്റിക് ബാഗുകൾ ഇങ്ങനെ റീറ്റെയിലേഴ്സ് സപ്ലൈ ചെയ്യുമ്പോൾ അത് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസൽ, വേസ്റ്റ് മാനേജ്മെൻറ്റ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ബോഡീസിന് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നിരുത്സാഹപ്പെടുത്താനും കൺസ്യൂമേഴ്സ് റീയൂസബിൾ ആയ ബാഗ് ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റീയൂസബിൾ ബാഗ്സിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷേ ആ പ്രതീക്ഷിച്ച ഫലമൊന്നും ഈ നിയമം കൊണ്ടുണ്ടായില്ല. കാരണം റീറ്റെയിലേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ പ്ലാസ്റ്റിക് ബാഗാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി ഒരു ഫീ, ഒരു ചെറിയ എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ആ എമൗണ്ട് ഇവർ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എവിടെയെങ്കിലും എഴുതി വെക്കണം, കടയിൽ എഴുതി വെക്കണം, ക്യാരി ബാഗിന് പൈസ കൊടുക്കണം എന്നൊക്കെ എഴുതി വെക്കണം എന്നുള്ള നിയമമൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷേ ഇത് ഉദ്ദേശിച്ച ഫലമൊന്നും കണ്ടില്ല. സിവിക് ബോഡീസിന് ഇതിൻ്റെ പ്ലാസ്റ്റിക് മാനേജ്മെൻറ്റൊക്കെ വളരെയധികം ഒരു ഭാരമായിട്ടൊക്കെ വന്നപ്പോൾ 2018 ഗവൺമെൻറ് എന്ത് ചെയ്തു? ഈ റൂള് ഡ്രോപ്പ് ചെയ്തു, അത് എടുത്തു കളഞ്ഞു. ക്യാരി ബാഗിന് പൈസ കൊടുക്കണം എന്നുള്ള റൂള് ഗവൺമെൻറ് എടുത്തു കളഞ്ഞു. പക്ഷേ ഇപ്പോഴും പല റീറ്റെയിലേഴ്സും നമ്മൾ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് അത് ഇട്ട് തരുന്ന കവറിന് പൈസ ഈടാക്കുന്നുണ്ട്. നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ട്, ഒരു പേയ്മെൻറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് എത്തിക്കൽ ബിഹേവിയർ ആണോ? അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കവറാണെങ്കിൽ മാത്രമേ
അതിൻ്റെ പൈസ കളക്ട് ചെയ്യാവൂന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് സിവിക് ബോഡീസിൻ്റെ പ്ലാസ്റ്റിക് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീ പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ പേപ്പർ ബാഗിനോ എക്കോ ഫ്രണ്ട്ലി ബാഗിനോ ഒന്നും ചാർജ് വാങ്ങാനുള്ള അവകാശം റീറ്റെയിലേഴ്സിന് ഗവൺമെൻറ് നൽകുന്നില്ല. പക്ഷേ പല റീറ്റെയിലേഴ്സും പേപ്പർ ബാഗിനടക്കം പൈസ ഈടാക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ഇതിനെതിരെ കേസിന് പോയാൽ കൺസ്യൂമർ ഡിസ്ട്രിക്റ്റ് ഫോറം, നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ ഫോറങ്ങളുണ്ടല്ലോ, അവർ കൺസ്യൂമേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കും. അതേപോലെ തന്നെ അവർക്ക് നഷ്ടപരിഹാരവും വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. പല ഉപഭോക്താക്കൾക്കും അത് അറിയില്ല. നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ 1000-നോ 2000-നോ ഒക്കെ ഒരു ഡ്രസ്സ് എടുക്കും. എന്നിട്ട് ആ ഡ്രസ്സ് ഇട്ട് തരുന്ന പേപ്പർ കവറിന് ആദ്യം 10 രൂപ ബില്ല് അടയ്ക്കേണ്ടതായും വരും. അപ്പോൾ പ്ലാസ്റ്റിക് അല്ലാത്ത ഒരു ക്യാരി ബാഗുകൾക്കും കടകളിൽ നിന്ന് ലഭിക്കുമ്പോൾ പേയ്മെൻറ്റ് നൽകേണ്ടതില്ല എന്ന് ഗവൺമെൻറ് റൂളുണ്ട്. പല ബിസിനസ്സുകാരും അത് അനുസരിക്കാറില്ല. അപ്പോൾ ആ ബിഹേവിയർ, ആ പാക്കറ്റിന് ക്യാഷ് കളക്ട് ചെയ്യുന്ന ബിഹേവിയർ എത്തിക്കലാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതാണ് ഈ കേസ് സ്റ്റഡിയിലൂടെ നമ്മളോട് ഈ ടെക്സ്റ്റിലൂടെ അറിയിക്കുന്നത്. ബ്രോഡ് ഏരിയാസ് ഓഫ് ബിസിനസ് എത്തിക്സ്. റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ബിസിനസ് എത്തിക്സ് നമ്മൾ പറഞ്ഞു, ഒരു റീറ്റെയിൽ ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഓപ്പറേഷൻസിൽ ഫോളോ ചെയ്യേണ്ട ചില ഫണ്ടമെൻ്റൽ മോറൽ കോഡ്സ് ആണ് ബിസിനസ് എത്തിക്സ്. ഏതൊക്കെ ഏരിയകളിലാണ് നമ്മളത് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില ഏരിയാസിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, കംപ്ലയൻസ് വിത്ത് ലോ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മുടെ ബിസിനസ് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ ഒരുപാട് എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്, റീറ്റെയിൽ ബിസിനസ് വരുന്ന ഒരു ലീഗൽ ലോ ആണ് അല്ലെങ്കിൽ റൂളാണ് സ്റ്റോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്. ആ ആക്ടിൻ്റെ വകുപ്പിൽ പറയുന്നുണ്ട് ഒരു ഷോപ്പ് ആകുമ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഫാക്ടറീസ് ആക്ട്, ഒരു ഫാക്ടറി ആകുമ്പോൾ അവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ വേണം, അവിടെ എംപ്ലോയീസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, എംപ്ലോയീസിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, എല്ലാ നിയമങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ആ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ രണ്ടാമതായി പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പോൾ ആദ്യത്തേതിൽ നമ്മുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എത്തിക്കൽ ഫോർമാറ്റ്സ് ആണ് നിയമങ്ങളിലൂടെ സംരക്ഷിക്കപ്പെടുന്നത്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ സംരക്ഷണമാണ്. അതിനും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന നിയമമുണ്ട്. നമ്മുടെ റീറ്റെയിൽ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കുറേ നിയമങ്ങൾ ഇതിന് മുന്നേയുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് ആക്ട്, അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ. അപ്പോൾ ആ നിയമങ്ങളെല്ലാം നമ്മളുടെ റീറ്റെയിൽ ഇൻഡസ്ട്രി ഫോളോ ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിലാണ് ഉപഭോക്താക്കളുടെ അറിയാനുള്ള അവകാശം, റൈറ്റ് ഫോർ സേഫ്റ്റി, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, സെലക്ഷനുള്ള അവകാശം, അങ്ങനെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള അവകാശം, നഷ്ടങ്ങളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ കേൾക്കപ്പെടാനുള്ള അവകാശം, കുറേ അവകാശങ്ങൾ കൺസ്യൂമേഴ്സിനുണ്ട്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഫോളോ ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ എത്തിക്സ് ആയിട്ട് ഫോളോ ചെയ്യുന്നു. ദെൻ മൂന്നാമതായി പറയുന്നത് അവോയ്ഡിങ് കോൺഫ്ലിക്റ്റ്. എംപ്ലോയിയും റീറ്റെയിൽ കമ്പനിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കുക. അതും ഒരു എത്തിക്സാണ്. എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്? ഒരുപാട് പോയിന്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ജോലിയുടെ സ്വഭാവം എന്ത് എന്നറിയാതെ കോമ്പറ്റേറ്റേഴ്സ് നമ്മുടെ എംപ്ലോയിയെ ജോലിക്ക് വെക്കുക, അല്ലെങ്കിൽ എംപ്ലോയി ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ അക്കൗണ്ടുമായിട്ട് നമ്മുടെ കമ്പനി അക്കൗണ്ട്സും ഇടകലർത്തുക, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ വേണ്ടി കമ്പനിയുടെ എന്തെങ്കിലും പ്രോഡക്ട്സോ കമ്പനി അക്കൗണ്ട്സോ ഒക്കെ തിരിമറി ചെയ്യുക. അതുമല്ലെങ്കിൽ എംപ്ലോയിയുടെ റിലേഷനിലുള്ള ആളുകളുടെ പേഴ്സണൽ അക്കൗണ്ട്സും കമ്പനിയുടെ അക്കൗണ്ട്സും ഒക്കെ ആയി മിക്സപ്പ് ചെയ്യുക പ്രീവിയസ് പെർമിഷൻ ഇല്ലാതെ. അങ്ങനെ ഒരുപാട് സാധ്യതകൾ എംപ്ലോയീസ് ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക സ്ഥാപനത്തിന്. അങ്ങനെ എംപ്ലോയിയും റീറ്റെയിൽ കമ്പനിയും തമ്മിൽ ഒരുപാട് കലഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അത് നമ്മളൊരു എത്തിക്കൽ ഫോർമാറ്റിലൂടെ നമ്മൾ ഒഴിവാക്കണം. ദെൻ നാലാമതായി പറയുന്നത് ആക്സെപ്റ്റിംഗ് ഗിഫ്റ്റ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്സ്.
ഏതെങ്കിലും എംപ്ലോയീസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫേവേഴ്സ് ലഭിക്കുന്നതിന് വേണ്ടി തേർഡ് പാർട്ടീസ് അവർക്ക് ഗിഫ്റ്റോ എൻ്റർടൈൻമെൻറ്റ്സോ ഒക്കെ ഓഫർ ചെയ്യും. അങ്ങനെയുള്ളതൊന്നും നമ്മുടെ എംപ്ലോയീസ് എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു റൂളാണ്. അപ്പോൾ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നു, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഒരു സെയിൽസ് ഗേൾ എടുത്തു തന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ഒരിക്കലും അവർക്ക് ക്യാഷോ മറ്റ് ഗിഫ്റ്റുകളോ ഒന്നും കൊടുക്കാൻ പാടില്ല. കൊടുത്താലും അവരത് വാങ്ങിക്കാൻ പാടില്ല. അതാണ് ബിസിനസ് എത്തിക്സ്. ദെൻ അടുത്തതായി പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി. നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള യാതൊരു കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സും എംപ്ലോയീസ് ഒരിക്കലും തേർഡ് പാർട്ടീസുമായി ഷെയർ ചെയ്യാൻ പാടില്ല. ദെൻ ഫെയർ ഡീലിംഗ്. നമ്മുടെ ഷോപ്പിലെത്തുന്ന കൺസ്യൂമേഴ്സുമായും നമ്മുടെ വർക്കേഴ്സുമായും മാനേജ്മെൻറ്റുമായും എല്ലാം വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരിക്കണം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഹ്യൂമൻ സോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ സ്റ്റാഫ് കാഴ്ചവെക്കേണ്ടത്. ദെൻ അടുത്തതായി പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിസിനസ് കണ്ടക്റ്റ് ആണ്. പെരുമാറ്റത്തിലുള്ള സ്റ്റാൻഡേർഡ്. നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരായാലും മാനേജ്മെൻറ്റ് ടീമായാലും എല്ലാവരും അവരുടെ പെരുമാറ്റത്തിൽ കാണിക്കേണ്ട മര്യാദകൾ. അതിൽ ഏറ്റവും ആദ്യമായി വരുന്നത് 2 പോയിൻ്റാണ് അതിൽ വരുന്നത്. ഒന്ന് റെസ്പെക്റ്റ്ഫുൾ വർക്ക് എൻവയോൺമെൻറ്റും പിന്നെ ഒന്ന് പ്രൊഹിബിറ്റഡ് കണ്ടക്റ്റും. അതായത് നല്ല രീതിയിലുള്ള കണ്ടക്റ്റ് ഏതൊക്കെയാണ്, നിരോധിക്കപ്പെട്ട കണ്ടക്റ്റ് ഏതൊക്കെയാണ്. നല്ല രീതിയിലുള്ളത് വരുന്നതാണ് ട്രസ്റ്റ് വർത്തിനെസ്, വിശ്വാസ്യത. നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ സത്യസന്ധതയോടെയും വിശ്വാസ്യതയോടെയും പെരുമാറണം. രണ്ടാമതായി റെസ്പെക്റ്റ്, മറ്റുള്ളവരെ ബഹുമാനിക്കണം. നമ്മൾക്കറിയാം ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെത്തുന്ന കൺസ്യൂമേഴ്സിനെ ആണെങ്കിലും കോവർക്കേഴ്സിനെ ആണെങ്കിലും മാനേജ്മെൻറ്റ് ടീമിനെ ആണെങ്കിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. ദെൻ റെസ്പോൺസിബിലിറ്റി, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ദെൻ കെയറിങ്, മറ്റുള്ളവരെ കൂടെ കെയർ ചെയ്യാനുള്ളൊരു മാന്യത കാണിക്കണം. പിന്നെ വരുന്നത് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ്, എല്ലാവർക്കും ഈക്വൽ ജസ്റ്റിസ് ലഭിക്കുന്ന രീതിയിലുള്ള പാറ്റേൺ ഓഫ് ബിഹേവിയർ ആയിരിക്കണം. ദെൻ ലാസ്റ്റിൽ വരുന്നത് സിവിക് വെർച്യു ആണ്. അതായത് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ നിയമങ്ങൾ അനുസരിക്കണം, അന്തരീക്ഷം സംരക്ഷിക്കണം, അങ്ങനെ കുറേ നന്മകളുണ്ട്. അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. ഇനി വരുന്നത് പ്രൊഹിബിറ്റഡ് കണ്ടക്റ്റ് ആണ്. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി ജോലി സ്ഥലത്ത് കൃത്യമായി വരാതിരിക്കുക, എപ്പോഴും ആബ്സെൻറ്റീസ് ആയിക്കൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഡ്രഗ്സോ ആൽക്കഹോളോ ഒക്കെ വിൽക്കുക അല്ലെങ്കിൽ വിൽക്കാൻ ശ്രമിക്കുക, അതുമല്ലെങ്കിൽ നിരോധിച്ച കാര്യങ്ങൾ നിരോധിക്കപ്പെട്ട സ്ഥലത്ത് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ ഉള്ളിൽ നോ സ്മോക്കിംഗ് ഏരിയ ആണെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു എംപ്ലോയി അവിടെ നിന്ന് സ്മോക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വരുന്ന കൺസ്യൂമേഴ്സിന് അത് നല്ലതായിട്ട് തോന്നുമോ? ഗുഡ് ഇംപ്രഷൻ ഉണ്ടാവോ? ഇല്ല. അവരുടെ ഇംപ്രഷൻ ഗുഡിൽ നിന്ന് ബാഡിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ നിരോധിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ആര് ചെയ്യാൻ പാടില്ല, നമ്മുടെ എംപ്ലോയീസ് ചെയ്യാൻ പാടില്ല. സ്ഥാപനത്തിൽ നിന്ന് വസ്തുക്കൾ എടുത്തു കൊണ്ടുപോവുക, മോഷണം നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തുക, മറ്റുള്ള എംപ്ലോയീസിനെ ഉപദ്രവിക്കുക, അവരെ കളിയാക്കുക, അവരെക്കുറിച്ച് അപവാദം പറയുക, അങ്ങനെയുള്ള ഫാൾസ് ഡോക്യുമെൻറ്റേഷൻ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഒരു എംപ്ലോയി ഗുഡ് ബിഹേവിയർ ഉള്ള ആളാണെങ്കിൽ ഫോളോ ചെയ്യരുത്. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? പ്രൊഹിബിറ്റഡ് കണ്ടക്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഫോളോ ചെയ്യരുത്. ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നവർ ഈ റെസ്പെക്റ്റ്ഫുൾ വർക്ക് എൻവയോൺമെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ, റെസ്പെക്റ്റ്, റെസ്പോൺസിബിലിറ്റി, കെയറിങ്, ട്രസ്റ്റ് വർത്തിനെസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ശീലങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. ദെൻ എട്ടാമതായി പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്, CSR. As a part of society, the company has a responsibility to spend a part of their income for the benefit of their society. ഒരു സമൂഹത്തിൽ നിലനിന്നുകൊണ്ട് ആ സമൂഹത്തിൽ റിസോഴ്സ് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു റീറ്റെയിൽ ബിസിനസ്, അവരുണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ആ സമൂഹത്തിൻ്റെ തന്നെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയുന്നതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മളൊരു എത്തിക്സാണ് ഫോളോ ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റിൽ വരുന്നതാണ് തെഫ്റ്റ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ എക്സെട്ര. ഒരിക്കലും ഒരു റീറ്റെയിൽ ബിസിനസ് ഓണർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വെച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തുകയോ മോഷണം നടത്തുകയോ മറ്റുള്ളവരുമായി
നല്ല രീതിയിൽ അല്ലാത്ത ഇടപാടുകളിൽ ഏർപ്പെടുകയോ അദ്ദേഹത്തിന് ഇൻഷുറൻസ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയുകയോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള മിസ്ബിഹേവിയറുകളും കാണിക്കാൻ പാടില്ല. അപ്പോൾ ബിസിനസ് എത്തിക്സിൻ്റെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലെ ഏരിയാസാണ് ഈ 9 ഏരിയാസ്. Next topic, ethical dimension. While following business ethics, a retail manager can differentiate right from wrong, fair from unfair, loyal from unloyal. അതായത് ഒരു സ്ഥാപനം മാനേജ് ചെയ്യുന്ന ഒരു റീറ്റെയിൽ മാനേജർ അല്ലെങ്കിൽ ആ റീറ്റെയിൽ ഷോപ്പ് ഓണർക്ക് എന്ത് ചെയ്യാൻ കഴിയണം? അവിടുത്തെ എംപ്ലോയീസിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയണം. ബിസിനസ് പ്രാക്ടീസുകളിൽ ശരിയായ പ്രാക്ടീസ് എന്താണ്, തെറ്റായത് എന്താണ്, ഏറ്റവും സത്യസന്ധമായ പ്രവർത്തനം എങ്ങനെയാണ്. അങ്ങനെ അവനവൻ്റെ ആക്ഷനിലൂടെ തന്നെ മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്താനും കഴിയണം. അതുപോലെ അവർക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള എത്തിക്കൽ ബിസിനസ് പാറ്റേൺ സ്റ്റൈൽ എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാനും കഴിയണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയുമ്പോൾ 2 വ്യൂ പോയിൻ്റ് അവിടെ വരും. 2 കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് യൂട്ടിലിറ്റേറിയനിസം, പിന്നൊന്ന് ഇൻറ്റ്യൂഷനിസം. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കോൺസിക്വൻസസ് ഓഫ് ദ ആക്ട്. നമ്മൾ പെർഫോം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അനന്തരഫലം എന്താണ് എന്ന് നോക്കി ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയെ ശരിയാണോ തെറ്റാണോ എന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയാണ് യൂട്ടിലിറ്റേറിയനിസം. നമ്മൾ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതായത് നല്ലൊരു ലക്ഷ്യം നേടിയെടുക്കാനാണെങ്കിൽ ഒരു ഇത്തിരി കഠിനമായ പ്രവൃത്തി ന്യായീകരിക്കപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ റീറ്റെയിൽ മാനേജർ ഇപ്പോൾ അവേഴ്സ് ഓഫ് വർക്കിൽ ബ്രേക്ക് ടൈം 10 മിനിറ്റ് കുറച്ചു എന്ന് വിചാരിക്കാം. എല്ലാവർക്കും അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ സീസണിൽ മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഒരു പ്രവർത്തനം കൊണ്ട് ആ പ്രോഫിറ്റിൻ്റെ ഷെയർ എംപ്ലോയീസിനൂടെ നൽകുകയാണെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റിനും എംപ്ലോയീസിനും അത് ഗുണകരമാണ്. അപ്പോൾ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന വ്യൂ പോയിൻ്റ് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ കോൺസിക്വൻസ് ഓഫ് ദ ആക്ട്. ദെൻ വരുന്നത് ഇൻറ്റ്യൂഷനിസം ആണ്. ഇൻറ്റ്യൂഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആക്ട്സ് വിച്ച് ആർ ഗൈഡഡ് ബൈ അവർ കോൺഷ്യൻസ്. നമ്മുടെ മനസ്സാക്ഷി പറയും ആ പ്രവൃത്തിയാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ പെരുമാറണമെന്ന് ഓരോരുത്തരുടെ മനസ്സാക്ഷിയും ഒരു ചെറിയ നമ്മൾക്ക് സൂചന നൽകാറുണ്ട്. ആ രീതിയിൽ ഗുഡ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന മാനേജേഴ്സുമുണ്ട്. അപ്പോൾ ഇൻറ്റ്യൂഷനിസവും യൂട്ടിലിറ്റേറിയനിസവും എല്ലാം ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ ആർക്ക് കഴിയണം? ഒരു ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന റീറ്റെയിലർക്ക് കൃത്യമായി അത് ഫോളോ ചെയ്യാൻ കഴിയണം. ഈ യൂട്ടിലിറ്റേറിയനിസം ആണെങ്കിലും ഇൻറ്റ്യൂഷനിസം ആണെങ്കിലും. ഇനി എത്തിക്കൽ കോഡ്സ് ആണ് പറയുന്നത്. എത്തിക്കൽ കോഡ്സിനെ കുറിച്ച്, ദ എത്തിക്കൽ കോഡ്സ് മസ്റ്റ് ബി മോർ ദാൻ ലീഗൽ ഓർ പബ്ലിക് റിലേഷൻ. നമ്മൾ ഫോളോ ചെയ്യുന്ന ബിസിനസ് എത്തിക്കൽ കോഡ്സ് എല്ലായ്പ്പോഴും എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? നമ്മളുടെ നിയമപരമായ ബാധ്യതയോ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ, അതിനേക്കാളൊക്കെ കൂടുതൽ നമ്മൾക്ക് എന്ത് വേണം? നമ്മളുടെ ബിസിനസ് എത്തിക്സ് വേണം. ദെൻ രണ്ടാമതായി പറയുന്നത് ദ കോഡ് ഓഫ് കണ്ടക്ട് ഓർ ദ എത്തിക്കൽ കോഡ് മസ്റ്റ് ബി യൂസ്ഫുൾ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് പ്രാക്ടിക്കൽ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്ന എംപ്ലോയീസിനോട് ഫോളോ ചെയ്യാൻ പറയുന്ന എത്തിക്കൽ കോഡ്സ് പെട്ടെന്ന് മനസ്സിലാകുന്നതും ഉപയോഗപ്രദമായതും അതുപോലെ തന്നെ നടപ്പിലാക്കാൻ പറ്റുന്നതുമായിരിക്കണം. മൂന്നാമതായി പറയുന്നത് വിസിബിൾ സൈൻ ഓഫ് സപ്പോർട്ട് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ്. നമ്മൾ ഈ എത്തിക്കൽ കോഡ്സ് ഫോളോ ചെയ്യുന്നതിന് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ നല്ല സപ്പോർട്ട് വേണം. നന്നായി ഫോളോ ചെയ്യുന്ന ആളുകളെ നമ്മൾ നന്നായി പ്രശംസിക്കുക തന്നെ വേണം. ദെൻ അടുത്തതായി പറയുന്നത് നോ സിംഗിൾ അപ്രോച്ച് ഫോർ എ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. ഒരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് എല്ലാ ഓർഗനൈസേഷൻസിനും നമ്മൾക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. അതേപോലെ ഇന്ന് ഫോളോ ചെയ്യുന്ന ബിസിനസ് എത്തിക്സ് ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ സിറ്റുവേഷൻസ് മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതേപോലെ പിന്നീട് ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അപ്ഡേഷൻസ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. ദെൻ അടുത്തതായി പറയുന്നത് ട്രസ്റ്റ് ബൈൻഡിങ് റിലേഷൻസ് വേണം. എന്ത് എത്തിക്സ് നമുക്ക് ഫോളോ ചെയ്യണമെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലുള്ള മാനേജ്മെൻറ്റും എംപ്ലോയീസും അതുപോലെ ഓണേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും കൺസ്യൂമേഴ്സും എല്ലാവരും തമ്മിൽ ഒരു ഗുഡ് ബോണ്ടിങ് വേണം. നല്ല റിലേഷൻ ഉള്ള സ്ഥലത്തെ നമ്മൾക്ക് ഈ എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതൊക്കെയാണ് ഡയമെൻഷൻസ് ഓഫ് എത്തിക്സിൽ വരുന്നത്. എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ റീറ്റെയിലിംഗ് ഫങ്ഷൻസ്. ഒരു റീറ്റെയിൽ ഷോറൂമിൽ ഒരു റീറ്റെയിലർ ചെയ്യുന്ന ഫങ്ഷൻസിൽ
ഏതൊക്കെ ഏരിയാസിൽ എന്തൊക്കെ എത്തിക്സ് ആണ് അവർ ഫോളോ ചെയ്യേണ്ടത്, എത്തിക്കൽ ഫോർമാറ്റാണ് പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്ട്സിന് പുറമേ പുതിയതായി ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പ്രാക്ടീസസ് ആണ് എത്തിക്കൽ പ്രാക്ടീസായി നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ, അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ നോക്കണം. അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവോ, ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അതുമായി റിലേറ്റഡ് ആയ എല്ലാ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഡാറ്റ കളക്ട് ചെയ്യണം, അത് പരിശോധിക്കണം. ദെൻ അതേപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റ്, പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുമ്പോൾ, ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ എത്രമാത്രം കോസ്റ്റ് വരുന്നുണ്ട്, അഫോർഡബിൾ ആണോ, അത് കൺസ്യൂമേഴ്സിനെ കൊണ്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുമോ, അങ്ങനെയുള്ള എല്ലാ ഏരിയാസും നോക്കി കൃത്യമായ വിവരം എല്ലാവർക്കും നൽകണം. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ നൽകുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്യണം, ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ പ്രൊമോഷൻ, പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷൻ നടത്തുമ്പോഴും അതേ മിസ്ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കരുത്. തെറ്റായ വിവരങ്ങളുള്ള പ്രൊമോഷണൽ ക്യാമ്പയിനുകൾ നടത്തരുത്. ഇപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ്, ഫുഡ് പ്രോഡക്ട്സിലൊക്കെ നമുക്കറിയാം അഡൾട്ടറേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ വിവരങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ക്യാമ്പയിനുകളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യാൻ പാടില്ല. ദെൻ ഡിസ്ട്രിബ്യൂഷനുമായി വരുമ്പോഴും യാതൊരു തരത്തിലുള്ള മാനിപ്പുലേഷൻസും നമ്മൾ ചെയ്യരുത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിതരണം ചെയ്ത് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ് പ്രൈസിങ്ങും. അപ്പോൾ മറ്റ് റീറ്റെയിലേഴ്സുമായി ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ പൂഴ്ത്തിവെപ്പ്, ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, കൃത്രിമമായിട്ട് പ്രൊഡക്റ്റിന് ക്ഷാമമുണ്ട് എന്ന് വരുത്തി തീർക്കുക. മാർക്കറ്റിൽ കൺസ്യൂമേഴ്സ് വന്ന് ചോദിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റിൻ്റെ വില കൂട്ടാനൊക്കെ വേണ്ടി പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല എന്ന് പറയുക, അല്ലെങ്കിൽ അവൈലബിൾ ആയ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് വിടാതിരിക്കുക, അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് റിലേറ്റിംഗ് ടു ഡിസ്ട്രിബ്യൂഷൻ, അതെല്ലാം എത്തിക്സിന് എതിരാണ്. പിന്നെ പ്രൈസിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ഒരു ഹെവി പ്രൈസ് കസ്റ്റമേഴ്സിന് താങ്ങാൻ പറ്റാവുന്നതിലധികം, അതായത് ആ പ്രോഡക്റ്റിന് വരുന്ന ഒരു ചിലവും അതിൻ്റെ കൂടെയുള്ള നമ്മുടെ പ്രോഫിറ്റ് മാർജിനും ചേർത്താണ് നമ്മൾ പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു 50 രൂപ ചിലവ് വരുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ആ കോസ്റ്റിനോടൊപ്പം തന്നെ നമ്മളുടെ ലാഭം, പ്രൊമോഷണൽ കോസ്റ്റൊക്കെ കവർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ലാഭത്തിൻ്റെ ആവശ്യം വരും എന്ന് വിചാരിച്ച് അത് ആരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കരുത്, കൺസ്യൂമേഴ്സിൻ്റെ മുകളിൽ ബലമായി അടിച്ചേൽപ്പിക്കരുത്. അതിപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും കൊയേർഷൻ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. മറ്റുള്ളവരെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ അവരുമായി നെഗോഷിയേഷൻസ് നടത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത്. അതേപോലെ പെനിട്രേഷൻ പോളിസീസ് ഒന്നും അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല. കോമ്പറ്റേറ്റേഴ്സിനെ തകർക്കാൻ വേണ്ടി നിലവിൽ മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാൾ വളരെ താഴ്ന്ന വിലയ്ക്ക് നമ്മുടെ പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യരുത്. അങ്ങനെ കൺസ്യൂമേഴ്സിനെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാലും ഒരിക്കലും നമ്മൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എത്തിക്കൽ ഫോളോയിങ്സിന് ചേർന്നതല്ല. അപ്പോൾ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ, ഡിസ്ട്രിബ്യൂഷനിൽ, പ്രൈസിങ്ങിൽ ഒക്കെ നമ്മൾ എന്ത് ഫോളോ ചെയ്യണം, എത്തിക്സ് ഫോളോ ചെയ്യണം. ദെൻ ആ മേഖലയിൽ വരുന്ന അടുത്ത ഏരിയയാണ് മാർക്കറ്റ് റിസർച്ച്. പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകളെക്കുറിച്ചും മാറി വരുന്ന ഡിമാൻഡ്സിനും പ്രിഫറൻസിനും അനുസരിച്ച് പുതിയ രീതിയിലുള്ള പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ഗവേഷണങ്ങളിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രാക്ടീസസ് ഫോളോ ചെയ്യാൻ പാടില്ല. കൺസ്യൂമേഴ്സിന് യാതൊരു തരത്തിലും അപകടമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രോഡക്ട്സിന് വേണ്ടി റിസർച്ച് നടത്തരുത്. നമ്മുടെ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ പ്രോഡക്റ്റ് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അതായത് ക്വാളിറ്റി ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കൊണ്ടൊന്നും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യരുത്. കസ്റ്റമേഴ്സിന് അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യരുത്. അങ്ങനെ ഒരുപാട് എത്തിക്സ് ബിസിനസ് ഫങ്ഷൻസിൽ ഒരു റീറ്റെയിലർ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന വേറൊരു ഹെഡിങ് ആണ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ്. ഒരു റീറ്റെയിലർ എത്തിക്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പാലിക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹം നിർവഹിക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഈ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസിൽ ഏറ്റവും ആദ്യമായി പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്നത്. എത്തിക്സ് ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്.
ഏറ്റവും ആദ്യമായി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ്. അദ്ദേഹം ചെയ്യുന്ന ജോലിക്ക് ചില എത്തിക്സ് ഉണ്ട്, ആ എത്തിക്സ് അവരെ ഗൈഡ് ചെയ്യും. ദെൻ രണ്ടാമതായി പറയുന്നത് ലോ ആണ്, നിയമം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും റെഗുലേഷൻസും അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ എത്തിക്സ് തീരുമാനിക്കണം. ദെൻ ആക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മുടെ റീറ്റെയിലർക്ക് ലഭ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, ട്രെയിനിങ്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഇതെല്ലാം എത്തിക്സ് അഡ്ഹിയർ ചെയ്യുന്നതിൽ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനനുസരിച്ചായിരിക്കണം അവരുടെ എത്തിക്സിൻ്റെ സ്ട്രാറ്റജി. ദെൻ അടുത്തതായി പറയുന്നത് നമ്മൾ ഈ എത്തിക്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ ആ ആക്ഷൻ എത്തിക്സിൽ പെർഫോം ചെയ്യുക, എത്തിക്സ് ഫോളോ ചെയ്യുക, എത്തിക്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു റീറ്റെയിലർ ബിസിനസ് എത്തിക്സ് സ്ട്രാറ്റജി ഫോം ചെയ്യേണ്ടതും മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റീറ്റെയിലേഴ്സ് അവരുടെ പ്രവർത്തനങ്ങളിൽ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഫോളോ ചെയ്യണം. അതിൽ പ്രധാനമായി വരുന്നതാണ് ഹോണസ്റ്റി, സത്യസന്ധരായിരിക്കുക. അവരുടെ എംപ്ലോയീസിനോടാണെങ്കിലും കൺസ്യൂമേഴ്സിനോടാണെങ്കിലും പബ്ലിക്കിനോടാണെങ്കിലും ഗവൺമെൻറ്റിനോടാണെങ്കിലും എല്ലാം നമ്മൾ എന്തേ പറയാൻ പാടുള്ളൂ, ഫെയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ പാസ് ചെയ്യാൻ പാടൂ. ഹോണസ്റ്റി വേണം, ഇൻറ്റഗ്രിറ്റി വേണം. ദെൻ സേഫ് സർവീസ് ആയിരിക്കണം. നമ്മൾ കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും അവർക്ക് അപകടമുണ്ടാകുന്ന രീതിയിലുള്ളതാവരുത്. സേഫ് സർവീസ് ആയിരിക്കണം. പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഒരു കാര്യങ്ങളും ഒളിപ്പിച്ച് വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ നോ ഡിസിപ്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരിക്കലും മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടിയുള്ള കൺസ്യൂമേഴ്സിനെയോ എംപ്ലോയീസിനെയോ ആരെയോ ആയിക്കോട്ടെ, കോമ്പറ്റേറ്റേഴ്സിനെയോ ആരെയാണെങ്കിലും മറ്റുള്ളവരെ ചതിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒരിക്കലും നടത്താൻ പാടില്ല. അതേപോലെ തന്നെ റീഡ്രസൽ ഓഫ് ഗ്രീവൻസസ്. കൺസ്യൂമേഴ്സിന് നമ്മുടെ പ്രോഡക്ട്സോ സർവീസോ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അത് കേൾക്കണം. റൈറ്റ് ടു ബി ഹിയേർഡ് എന്ന് പറഞ്ഞിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൺസ്യൂമേഴ്സിന് ഒരു അവകാശം നൽകിയിട്ടുണ്ട്, കേൾക്കപ്പെടാനുള്ള അവകാശം. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ നമ്മുടെ റീറ്റെയിലേഴ്സ് അത് കേൾക്കണം. അതേപോലെ തന്നെ ഗ്രീവൻസ് സെറ്റിൽമെൻറ്റ് നടത്തണം. അവർക്കുള്ള ആ ഗ്രീവൻസ്, അവരുടെ ആ നഷ്ടത്തിന് ഏത് രീതിയിലുള്ള റീഡ്രസലാണോ വേണ്ടത്, പരിഹാരമാണോ വേണ്ടത്, അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. അതേപോലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏത് രീതിയിലുള്ള പോളിസീസ് ആണെങ്കിലും അത് നിയമപ്രകാരമുള്ളതായിരിക്കണം. സമൂഹത്തിനോ നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരത്തിനോ ഒന്നും എഗെയിൻസ്റ്റ് ആയ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൊന്നും റീറ്റെയിലർ ഏർപ്പെടാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ കൺസ്യൂമേഴ്സിന് വല്ല ആൽക്കഹോളിക് കണ്ടൻ്റ് ഉള്ളതോ അങ്ങനെയുള്ള ഒരു വിരുദ്ധമായിട്ടുള്ള അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനോ സേഫ്റ്റിക്കോ ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള യാതൊരു പ്രോഡക്റ്റിൻ്റെ ഡീലിങ്സും നമ്മൾ നടത്താൻ പാടില്ല. ലാഭമുണ്ടാക്കണമെന്ന് കരുതി മറ്റുള്ളവരെ വഞ്ചിച്ചിട്ട് ഒരിക്കലും പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യരുത്. അതെല്ലാം നമ്മളുടെ ബിസിനസ് എത്തിക്സിൻ്റെ ഭാഗമാണ്. ദെൻ നമ്മുടെ യൂണിറ്റിൽ ലാസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ടോപ്പിക്കാണ് നോൺ എത്തിക്കൽ ബിഹേവിയർ ഇൻ റീറ്റെയിൽ ബിസിനസ്. റീറ്റെയിൽ ബിസിനസ്സിൽ ഒരു റീറ്റെയിൽ ഓണർ ഒരിക്കലും ഫോളോ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ എത്തിക്കൽ അല്ലാത്ത പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത് ഓപ്പണിംഗ് ഷോപ്സ് ബിയോണ്ട് ദ അലൗഡ് ടൈം. നോർമലി ഓരോ ലൊക്കാലിറ്റിയിലും കടകൾ തുറക്കാൻ നിയമപ്രകാരം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും കട തുറന്നു വയ്ക്കുക, അതൊരിക്കലും ഒരു എത്തിക്കൽ പ്രാക്ടീസ് അല്ല. ദെൻ രണ്ടാമതായി പറയുന്നത് യൂസിങ് ചൈൽഡ് ഓർ യങ്ങർ പേഴ്സൺസ് ഫോർ എംപ്ലോയ്മെൻറ്റ്. ശിശുക്കളെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജോലിക്ക് വെക്കുക. ചെറിയ കുട്ടികളെ ജോലിക്ക് വെക്കുമ്പോൾ അവർക്ക് മുതിർന്ന ആളുകൾക്ക് കൊടുക്കുന്ന അത്രയും ശമ്പളം കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ പൈസയുടെ ലാഭത്തിന് വേണ്ടിയോ അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയോ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ കുട്ടികളെ ജോലിക്ക് വെക്കുന്നു. ദെൻ മൂന്നാമതായി പറയുന്നത് ഇംപ്രോപ്പർ യൂസ് ഓഫ് പ്രൈസ് സ്റ്റിക്കേഴ്സ്. പ്രോഡക്ട്സിൻ്റെ മുകളിൽ വില രേഖപ്പെടുത്തി വെക്കുന്ന പ്രൈസിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. അതൊക്കെ പല രീതിയിൽ, ആദ്യം ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക, എന്നിട്ട് പിന്നീട് അത് മാറ്റി വേറൊന്ന് ഒട്ടിക്കുക, അങ്ങനെ ശരിയല്ലാത്ത രീതിയിലുള്ള സ്റ്റിക്കർ ഒട്ടിക്കലുകൾ. ദെൻ വിത്ത് ഹോൾഡിങ് ഇൻഫർമേഷൻ. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഫുഡ് ഐറ്റം ആണെന്ന് വിചാരിക്കുക, അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ കസ്റ്റമേഴ്സ് സംശയം ചോദിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക.
ദെൻ അടുത്തതായി പറയുന്നത് മിസ്യൂസ് ഓഫ് കമ്പനീസ് അസറ്റ്. കമ്പനിയുടെ അസറ്റ് എടുത്ത് ഉപയോഗിച്ച് പേഴ്സണൽ ആവശ്യങ്ങൾക്കോ, ഇപ്പോൾ കമ്പനിക്ക് വണ്ടിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അത് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ആയി വക തിരിച്ച്, അതായത് തിരിമറി ചെയ്യുക എന്നൊക്കെ പറയില്ലേ, വക മാറ്റി ഉപയോഗിക്കാം. ദെൻ എംപ്ലോയി തെഫ്റ്റ്, സ്ഥാപനത്തിൽ നിന്ന് പ്രൊഡക്റ്റോ അസറ്റ്സോ എന്തെങ്കിലും എംപ്ലോയീസൊക്കെ എടുത്തു കൊണ്ടുപോവാം, അതൊന്നും ഒരു എത്തിക്കൽ കണ്ടക്റ്റ് അല്ല. ദെൻ സെയിൽ ഓഫ് ലെസ് ക്വാളിറ്റി ഗുഡ്സ്, നല്ല ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുക, പഴയ പ്രൊഡക്റ്റോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊക്കെ ബില്ലൊക്കെ മാറ്റി വെച്ചിട്ട് ഒട്ടിച്ചുകൊണ്ട് വിൽക്കുക, അങ്ങനെയുള്ളതൊന്നും എത്തിക്കൽ ബിഹേവിയർ അല്ല. ദെൻ സെയിൽ ഓഫ് ലെസ് ക്വാളിറ്റി ഗുഡ്സ് നമ്മൾ പറഞ്ഞു. ഹോർഡിംഗ് ഓഫ് സാമ്പിൾസ്, കസ്റ്റമേഴ്സിന് നൽകാൻ വേണ്ടി മാനുഫാക്ചറേഴ്സ് ഫ്രീ സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, അത് പൂഴ്ത്തി വയ്ക്കുക, അല്ലെങ്കിൽ അത് അവനവന് വേണ്ടി ഉപയോഗിക്കുക. ഇതേപോലെ സാമ്പിൾസുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഗിഫ്റ്റുകൾ. കസ്റ്റമേഴ്സിന് നൽകാനുള്ള ഗിഫ്റ്റൊക്കെ എംപ്ലോയീസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എംപ്ലോയിക്ക് ലഭിക്കാനുള്ള ഡിസ്കൗണ്ടൊക്കെ എംപ്ലോയീസിൻ്റെ റിലേറ്റീവ്സിന് വേണ്ടി ഉപയോഗിക്കുക. കൺസെഷൻസ്, എംപ്ലോയിയുടെ ബെനിഫിറ്റോ കൺസെഷൻസോ ഒക്കെ എംപ്ലോയിയുടെ റിലേറ്റീവ്സിന് വേണ്ടി ഉപയോഗിക്കുക, അതെല്ലാം നോൺ എത്തിക്കൽ ബിഹേവിയറാണ്. പിന്നെ വരുന്നതാണ് കൺസീലിംഗ് ട്രൂത്ത്. നമ്മുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച്, നമ്മൾ വിൽക്കുന്ന പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാം, ശരിയായ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ഒളിച്ചു വയ്ക്കാം. പിന്നെ വരുന്നത് ഡിസിപ്റ്റീവ് സെയിൽസ് പ്രാക്ടീസ്. നമ്മൾ കോൺട്രാക്ട് ഓഫ് സെയിൽ ആക്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് എന്നൊക്കെ. അങ്ങനെ നിയമം നിരോധിച്ച തരത്തിലുള്ള വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുക, അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള പ്രവണതകൾ വ്യാപാരത്തിൽ കൊണ്ടുവരിക, അതെല്ലാം നോൺ എത്തിക്കൽ ബിഹേവിയറാണ്. ദെൻ വേറൊന്ന് വരുന്നത് ഷോപ്പ് ലിഫ്റ്റിംഗ് ബൈ കൺസ്യൂമേഴ്സ്. നമ്മുടെ കടയിൽ വരുന്ന കൺസ്യൂമേഴ്സ് അവിടെ നിന്ന് പ്രോഡക്റ്റ് പൈസ കൊടുക്കാതെ കള്ളത്തരത്തിൽ എടുത്തുകൊണ്ട് പോവുക, അതൊന്നും എത്തിക്കൽ ബിഹേവിയറിൽ വരുന്നതല്ല. അപ്പോൾ നോൺ എത്തിക്കൽ ബിഹേവിയറാണ് ഇതെല്ലാം, റീറ്റെയിൽ ബിസിനസ്സിൽ വരുന്ന നോൺ എത്തിക്കൽ ബിഹേവിയേഴ്സ്. ഇനി ലാസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മാനേജിങ് എത്തിക്സ് ഇൻ ദ വർക്ക് പ്ലേസ്. നമ്മുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ്സിൽ ഈ എത്തിക്സ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്. ഇപ്പോൾ എംപ്ലോയീസിനെ കൊണ്ടാണെങ്കിലും കൺസ്യൂമേഴ്സിനെ കൊണ്ടാണെങ്കിലും മാനേജ്മെൻറ്റിനെ ഒക്കെ വെച്ച് നമ്മൾ ഈ എത്തിക്സ് ഫോളോ ചെയ്യാണ്. അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായി പറയുന്നത് ഇറ്റ് ഇംപ്രൂവ്സ് സൊസൈറ്റി. മൊത്തം ആളുകളും എത്തിക്സിലൂടെ ഫോളോ ചെയ്യാണ്, എത്തിക്കൽ ബിഹേവിയർ ഫോളോ ചെയ്യാണ്. അപ്പോൾ ആ മൊത്തം സൊസൈറ്റിയുടെ തന്നെ ക്വാളിറ്റിയിലൊരു പുരോഗമനം ഉണ്ടാവും. ദെൻ രണ്ടാമതായി പറയുന്നത് ഡെവലപ്പ് സ്ട്രോങ് ടീം വർക്ക് ആൻഡ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഒരു നല്ല ബോണ്ടിങ് ഉണ്ടാവും, മാനേജ്മെൻറ്റും എംപ്ലോയീസൊക്കെ തമ്മിൽ നല്ല ബോണ്ടിങ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് അവിടെ ഒരു ടീം വർക്ക്, സ്ട്രോങ് ടീം വർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ദെൻ മൂന്നാമതായി പറയുന്നത് എംപ്ലോയി ഗ്രോത്ത് ആൻഡ് മീനിങ്. ഈ എത്തിക്സ് ഫോളോ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ എംപ്ലോയീസിന് അവർക്ക് നല്ല കാര്യങ്ങളും നല്ല പെരുമാറ്റങ്ങളും നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ അവർക്ക് അവരുടെ കരിയറിന് ഒരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അവരുടെ ബിഹേവിയറിലും ഒരു വ്യത്യാസമുണ്ടാവും. ദെൻ എൻഷുവേഴ്സ് പോളിസീസ് ആർ ലീഗൽ. എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിയമപ്രകാരമുള്ളതാണ് എന്ന് നമ്മൾക്ക് ഉറപ്പ് വരുത്താൻ കഴിയും. ദെൻ അടുത്തതായി പറയുന്നത് ഇംപ്രൂവ്സ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഓരോ ഏരിയയിലും ക്വാളിറ്റി, അതായത് എല്ലാ മേഖലയിലും, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ ഡെവലപ്മെൻറ്റിലാണെങ്കിലും പ്രൈസിങ്ങിലാണെങ്കിലും ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിലും ഒക്കെ എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഉറപ്പ് വരുത്താൻ കഴിയും. ദെൻ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. എല്ലാ ഏരിയയിലും, കൺസ്യൂമർ റിലേഷനിലാണെങ്കിലും HR-ലാണെങ്കിലും എല്ലാ മേഖലയിലും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ലാസ്റ്റിൽ പറയുന്നത് ഡെവലപ്പ് സ്ട്രോങ് പബ്ലിക് ഇമേജ്. പൊതുജനങ്ങൾക്കിടയിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് നല്ലൊരു ഇമേജ് ഉണ്ടാക്കുവാൻ നമ്മുടെ എത്തിക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ എത്തിക്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിനും സ്ഥാപനത്തിനും അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത്രയുമാണ് 11ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്.